ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു എന്ന് വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നമുക്ക് മുന്നിൽ തിരുവോസ്തിയായി അതേ കർത്താവ് തന്നെയാണ് കടന്നു വരുന്നതും. ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ തൊട്ട നിരവധി ജീവിതങ്ങൾ നമുക്കിടയിലുണ്ട്. ഇപ്രകാരം ദിവ്യകാരുണ്യനാഥൻ്റെ ഇടപെടൽ ജീവിതത്തിലുടനീളം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോർജ് ജോസഫ്. ഞാൻ IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഓപ്പറേഷൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഒരു അക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ് ഞാൻ. വരേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കും കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് അനേക നാൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിച്ചതിന് ശേഷം എനിക്കൊന്നും സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ നാക്കിൻ്റെ കെട്ടൊക്കെ ഇങ്ങനെ മുകളിൽ കയറുന്നത് എനിക്കൊന്നും സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊരു ലാറ്റിൻ പള്ളിയുണ്ട്. എൻ്റെ പപ്പയുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം നടക്കുക. ആ കല്യാണത്തിന് ഞങ്ങളും പങ്കെടുത്തു. ആ വിവാഹത്തിന് മധ്യ അവിടെ വിശുദ്ധ കുർബാന കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കയറി ലൈൻ നിന്നു. ഞാൻ ഏറ്റവും ബാക്കിലിരിക്കുകയാണ്. എന്തിനാ ലൈൻ നിൽക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ആ സമയത്തുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ വന്ന് എൻ്റെ കൈക്ക് പിടിച്ച് എണീപ്പിച്ചിട്ട് നേരെ അൾത്താരയിലിട്ട് ചൂണ്ടിക്കാണിച്ചു. പിന്നെ ആ സ്ത്രീയെ ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ അൾത്താരയിൽ കാണുന്നത് അവിടെ ഒരു ഈശോയെ പോലൊരു രൂപം, ഇങ്ങനെ ഒരു ചുമല ഷോളൊക്കെ ഇട്ട ഒരു വ്യക്തി ഒരു സ്പൂണിൽ എന്തോ ഒരു ഐസ് ക്യൂബ് പോലെ എന്തൊക്കെയോ ആർക്കൊക്കെയോ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഞാനും കയറിയ ലൈനിലേക്ക് നിന്നു. അങ്ങനെ അൾത്താരയിലേക്ക് അടുക്കും തോറും ആ രൂപം ഇങ്ങനെ വ്യക്തമായി കാണാൻ തുടങ്ങി. അങ്ങനെ അടുത്ത് വന്നപ്പോൾ ആ ഐസ് ക്യൂബ് എൻ്റെ നാവിലേക്ക് ഇങ്ങ് വെച്ച് തന്നു. ശരിക്കും അതിങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ എൻ്റെ നാവൊക്കെ അങ്ങ് കത്താൻ തുടങ്ങി. സാവധാനം അതെൻ്റെ ശരീരം മുഴുവൻ അങ്ങ് വീർത്ത് ഒഴുകാൻ തുടങ്ങി. ശരീരം മുഴുവൻ ഒരു കത്തുന്ന ഒരു അനുഭവമായിരുന്നു. ആ ഒരു മൊമെൻറ്റ് മുതൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പപ്പായും മമ്മിയും എപ്പോഴും പറയാറുണ്ട്, ആ ഒരു ഇൻസിഡൻറ്റ് ശേഷമാണ് നീ സംസാരിക്കാൻ തുടങ്ങിയെന്ന്. ചെറുപ്പത്തിൽ എൻ്റെ പഠന കാലഘട്ടം എന്നൊക്കെ പറയുന്ന ഒത്തിരി ഒരു ദുരിതം പിടിച്ച കാലഘട്ടമായിരുന്നു. കാരണം ഒരു 8 കിലോമീറ്ററോളം നടക്കണം. ഉരുൾപൊട്ടലും പേമാരിയും കൊടുങ്കാറ്റും, ഹൈറേഞ്ചിലാണ് ജനിച്ചു വളരുന്നത്. അപ്പോൾ സ്കൂളിലേക്കൊക്കെ വരാനുള്ള ബുദ്ധിമുട്ട്, പഠിച്ച് വരുമ്പോഴൊക്കെ എൻ്റെ ഒത്തിരി 8 കിലോമീറ്ററൊക്കെ നടന്ന് തളർന്ന് വരുമ്പോഴൊക്കെ ഈ പള്ളിയിൽ കയറി നിന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും. ആ സക്രായുടെ ഫ്രണ്ടിൽ വലിയൊരു ആശ്വാസം കിട്ടുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ എൻ്റെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ എഞ്ചിനീയറിംഗിന് എൻട്രൻസ് ഒക്കെ എഴുതി. എനിക്ക് അമൽ ജ്യോതി കോളേജിൽ 2004 ബിടെക്കിന് അഡ്മിഷൻ കിട്ടി. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ സ്കൂൾ ജീവിത കാലഘട്ടത്തിലൊക്കെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഭയങ്കര ടഫായിരുന്നു. എനിക്ക് 10ൽ 62% മാർക്കേ ഉള്ളൂ. +2 67% മാർക്കേ ഉള്ളൂ. എഞ്ചിനീയറിംഗിന് എൻട്രൻസ് ചെയ്തപ്പോൾ 1400 റാങ്ക് ഉണ്ടായിരുന്നു. ആ റാങ്ക് വെച്ചിട്ടാണ് ഞാൻ അമൽ ജ്യോതിയിൽ അഡ്മിഷൻ എടുത്തത്. അമൽ ജ്യോതി വന്നു കഴിയുമ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 50 മാർക്കേ ഉള്ളൂ. സെക്കൻഡ് പേപ്പറിന് 50 മാർക്ക്. അത് അറിഞ്ഞുകൊണ്ട് ഇട്ടുവന്ന് ജയിച്ച് പൊക്കിയിട്ടെന്ന്. അതുപോലെ ഞാൻ എഴുതിയിട്ടില്ല. അത്രയ്ക്ക് ടഫായിരുന്നു ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ്. അമൽ ജ്യോതി വന്നു കഴിഞ്ഞപ്പോൾ ആകെ പെട്ടു. കാരണം അവിടെ പഠിപ്പിക്കുന്ന മൊത്തം ഇംഗ്ലീഷിലാണ്. എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിക്കാമല്ലോ. അതുകൊണ്ട് സംശയം ചോദിച്ചാൽ സംശയത്തിന് ക്ലിയറൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു 50 രൂപയുടെ ഫൈൻ സ്ലിപ്പ് എഴുതി തരും, മലയാളം സംസാരിച്ചെന്ന് പറഞ്ഞിട്ട്.
പലപ്പോഴും ഈ ഫൈൻ സ്ലിപ്പൊക്കെ വാങ്ങിച്ച് കരഞ്ഞ ദിവസങ്ങളുണ്ട്. അതിനുശേഷം ഈ പരീക്ഷയുടെ കാലഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും അമൽ ജ്യോതിയിലൊരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഒരു സക്രാരി ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ ചെന്നിരിക്കുമ്പോൾ ആ ചാപ്പലിൽ വേറൊരു കോണിലിരുന്നാൽ കിട്ടാത്തൊരു അനുഭവം ഈ സക്രാരിയുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ കിട്ടാൻ തുടങ്ങും. എന്തൊക്കെയോ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന പോലെ, മനസ്സിനൊക്കെ എന്തൊക്കെയോ ധൈര്യം നിറയുന്ന പോലെ, ഒത്തിരി സങ്കടങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പരീക്ഷയ്ക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന് കയറുമ്പോൾ ഈ പറഞ്ഞു തരുന്ന ഒരു അനുഭവത്തിലൂടെ നയിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ പുറകിൽ നിന്ന് വേർഡ് ബൈ വേർഡായിട്ട് പറഞ്ഞു തരുന്നു. ഒരു ഹെഡിങ്, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഫിഗർ, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ആപ്ലിക്കേഷൻ, അഡ്വർടൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു എഞ്ചിനീയറിംഗ് പാറ്റേൺ തന്നെ ഇങ്ങനെ പറഞ്ഞു തരുന്നു. അതനുസരിച്ച് എഴുതാൻ തുടങ്ങി. അടുത്ത എക്സാമിന് ചെന്നു ഇതേ അനുഭവം. അങ്ങനെ ഫസ്റ്റ് എക്സാം മുഴുവൻ ആ ഒരു അനുഭവത്തിൽ എഴുതി. ആ ഫസ്റ്റിൻ്റെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സൊക്കെ വരുമ്പോൾ ഒരു പബ്ലിക് സ്പീച്ചിനൊക്കെ മൈക്ക് തന്നു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു. കാരണം സംസാരിക്കാൻ അറിയത്തില്ല. പിള്ളേരൊക്കെ പുറകിൽ നിന്ന് കൂവും. അപ്പം നാണം കെട്ടിങ്ങനെ ഇറങ്ങിപ്പോകും. സങ്കടം കൊണ്ട് ഒത്തിരി ദിവസങ്ങൾ പൊട്ടി കരഞ്ഞ നിമിഷങ്ങളുണ്ട്. ആ സമയത്തെല്ലാം ഓടി അണയുന്നത് ഈ സക്രാരിയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ മനസ്സ് വേദനിക്കുമ്പോൾ, ഒറ്റപ്പെടലിൻ്റെ നൊമ്പരങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ ഈ സക്രാരിയുടെ ഫ്രണ്ടിലേക്ക് ഓടി അണയും. അങ്ങനെ ആ എക്സാം എഴുതാൻ തുടങ്ങി. ആ ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നപ്പോഴേ ഞാൻ ഉൾപ്പെടെ കോളേജിൽ എല്ലാവരും ഞെട്ടി. കാരണം 76% മാർക്കുണ്ടായിരുന്നു. ഒരു പേപ്പർ പോലും പോയിട്ടില്ല. എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഒരു വായിച്ചാൽ മനസ്സിലാക്കാത്തൊരു വ്യക്തിയെ കൊണ്ട് 76% മാർക്ക് കിട്ടിയിരിക്കുന്നു. ഇത് എൻ്റെ കഴിവല്ല. എൻ്റെ തലയിലെ ബുദ്ധി കൊണ്ട് 76% മാർക്ക് വാങ്ങിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. പക്ഷേ ദൈവം എന്തോ എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഇടയ്ക്ക് ഒരു ധ്യാനമൊക്കെ കൂടാനിടയായി. ആ ധ്യാനത്തിൽ വെച്ചാൽ മനസ്സിലാകുന്നത് പരിശുദ്ധ കുർബാന എന്താണ്, കുർബാനയിൽ എങ്ങനെ പങ്കെടുക്കണം, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ ആ ധ്യാനത്തിൽ വെച്ചാൽ മനസ്സിലാകും. പിന്നെ കൂടുതൽ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, പെങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഇടയ്ക്ക് പെങ്ങൾ പഠിച്ചതും ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് അവൾ +2 പഠിച്ചത്. ആ സമയത്ത് അവൾ കൂടുതൽ ഈശോയെ അറിയാൻ തുടങ്ങി, മാതാവിനെ അറിയാൻ തുടങ്ങി. അങ്ങനെ അവളും വിശ്വാസത്തിലേക്ക് പതുക്കെ കടന്നു വരുന്ന ദിവസങ്ങൾ, ഞങ്ങൾ അവധി ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, കുർബാനയിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനേക ദേവാലയങ്ങളുണ്ട്, അനേക ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഒത്തിരി കൂട്ടായ്മകളുണ്ട്. പക്ഷേ അവിടെ എങ്ങും പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തൊരു അനുഭവം ഈ പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കുർബാനയിൽ എന്തോ ഉണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. അന്ന് സംസാരിക്കാതിരുന്ന എൻ്റെ നാവിനെ കൊണ്ട് സംസാരിപ്പിച്ചൊരു ശക്തി പരിശുദ്ധ കുർബാനയ്ക്കകത്തുണ്ട്. അതെനിക്ക് വ്യക്തമാണ്, അതിൻ്റെ ജീവിതമാണ്. പക്ഷേ കുർബാനയിൽ എന്തോ ഉണ്ട്. അത് തന്നെ അതിലേക്ക് കൂടുതൽ പഠിക്കാനായിട്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടൊക്കെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നുന്നു. അങ്ങനെ പഠനമൊക്കെ മുമ്പോട്ട് പോകുന്നു. പരീക്ഷയിലൊക്കെ ഉന്നത വിജയം കർത്താവ് തരുന്നു. അതുപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയൊരു കഴിവിലേക്കൊക്കെ വരുന്നു. ഒട്ടും കഴിവില്ലാതിരുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതിലപ്പുറം ദൈവം നയിക്കുന്നു. അതുപോലെ കുടുംബാംഗങ്ങളൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ കുടുംബത്തിലെയൊക്കെ ഇങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നു. അവരൊക്കെ പതുക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ. ആ ഒരു അനുഭവത്തിലൂടെ നയിക്കപ്പെടാൻ തുടങ്ങി. ദിവ്യകാരുണ്യ ചാപ്പലിൽ നിന്നും സൗഖ്യദായകനായ ഈശോ കടന്നുവരുന്ന അനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹവും. ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളിലൂടെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഈശോയെയാണ് ജീവിതാനുഭവങ്ങളിലൂടെ ഇദ്ദേഹം കണ്ടെത്തിയത്. അതിനുശേഷം പഠനമൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ എൻ്റെ 3rd ഇയറൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ വലിയൊരു ഇൻസിഡൻസ് ഉണ്ടാകുന്നു. ഇന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓഗസ്റ്റ് 4, 2007. എൻ്റെ പപ്പയുടെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പയ്ക്ക് ഒരു ആക്സിഡൻ്റായി, ഒന്ന് സ്കാൻ ചെയ്യാൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, നീ റോഡിലൊന്ന് ഇറങ്ങി നിൽക്കണം. ശരിക്കും പപ്പയ്ക്ക് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ആക്സിഡൻറ്റിൽ പപ്പയുടെ നട്ടലിൻ്റെ 2 മുതൽ 9 വരെ കണ്ണി മൊത്തം പൊട്ടി, സ്പൈനൽ കോഡ് 5 ബ്ലോക്കോളം പോയി, ഈ ലങ്സ് കംപ്ലീറ്റ് പോയി, ഹാർട്ടിൻ്റെ പകുതിയോളം പോയി, ഒരു കണ്ണ് കാണാതായി, ഒരു ചെവി കേൾക്കാതായി, തലയിൽ വലിയൊരു മുറിവ്, തുടയിൽ വട്ടം ഒടിഞ്ഞു. അതിനെ തലയൊന്ന് അനങ്ങി കഴിഞ്ഞാൽ ആൾ മരിക്കും. 100% ഡോസിൽ ഇങ്ങനെ ഓക്സിജൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാസ്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആൾ മരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ICUവിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. 1 മണിക്കൂറിൽ മരിച്ചു പോകും എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ച പപ്പ മരിക്കുന്നില്ല. ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നു. 2 മാസത്തിൽ കൂടുതൽ മെഡിക്കൽ കോളേജിൽ കിടത്താൻ റൂൾസ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഡിസ്ചാർജ് ആക്കി അഡ്മിറ്റ് ആക്കിയ പ്രയോറിറ്റി അനുസരിച്ച് ബെഡൊന്നും കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പരീക്ഷയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന അതേ സ്വരം എൻ്റെ പിന്നിൽ നിന്ന് വീണ്ടും പറയുന്നത് കേട്ടു, നീ നിൻ്റെ അനിയത്തി പഠിക്കുന്ന ഹോസ്പിറ്റലിലെ ഡയറക്ടർ അച്ഛനെ വിളിക്കുക. എൻ്റെ അനിയത്തി, എൻ്റെ പെങ്ങളൊരു നഴ്സിങ്ങിന് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിൽ അവൾ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അവിടുത്തെ വൈദികനെ വിളിച്ചു, എൻ്റെ പപ്പായ്ക്ക് വേണ്ടി റൂം ഒതുക്കി തരുമോ, അച്ഛൻ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അന്ന് വൈകിട്ട് ഞാൻ വീണ്ടും അവിടെ ചെന്ന് അവിടെയും വരെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വലിയ സ്നേഹവും കരുണയാണ്. കാരണം തലയൊന്ന് അനങ്ങി കഴിഞ്ഞാൽ മരിച്ചു പോകുന്നൊരു ആൾ ഒരു 60 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. അത് കർത്താവിൻ്റെ വലിയൊരു കരുണയും സ്നേഹവുമാണ്. അന്ന് വൈകിട്ട് ഞാൻ വൈദ്യനെ ചെന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ പപ്പായ്ക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലുമോ, എനിക്ക് അന്ത്യകുദാശ എന്നൊക്കെ പറഞ്ഞ്
ചടങ്ങൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ക്രിസ്ത്യാനിറ്റിയിൽ നല്ല വിശ്വാസമാണ്. കാരണം ആ ഒരു കുർബാനയിലൂടെ എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ മോചിപ്പിച്ചു കൊടുക്കണം, എൻ്റെ അപ്പൻ്റെ ആത്മാവെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തിയെടുക്കണം, അതിനുവേണ്ടി എൻ്റെ പപ്പായ്ക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലുമോ എന്ന് ചോദിച്ചു. അതിനെന്താ മോനെ, തൊട്ടടുത്ത ദിവസം രാവിലെ 6 മണിക്കത്തെ കുർബാന വൈദികൻ എൻ്റെ പപ്പായ്ക്ക് വേണ്ടിയാണ് ബലിയർപ്പിച്ചത്. ആ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കർത്താവിൻ്റെ അഭിഷേക്തം വന്ന് പപ്പയുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. ഈ കുർബാന കഴിഞ്ഞൊരു 10 മണിയായി കാണും. എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പപ്പ പറയുന്നു, എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരം കേൾക്കുന്നു, നിനക്ക് ഞാൻ ശ്വസിക്കാൻ പ്രകൃതിയിൽ നിന്ന് ശ്വാസം തന്നിട്ടില്ല, പിന്നെ കൃത്രിമമായ ഉപകരണം വെച്ച് എന്തിനാ ശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞത് വേറെ ആരുമല്ല, ഈശോ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ മാസ്ക് ഇങ്ങനെ എടുത്ത് മാറ്റിയപ്പോൾ എൻ്റെ പപ്പ തന്നെ വലിച്ച് ശ്വസിക്കാൻ തുടങ്ങി. ഞാൻ ഓടിച്ചെന്ന് അവിടുത്തെ മെഡിക്കൽ ഡയറക്ടർ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഒരു മാറ്റമുണ്ട്. ആ മെഡിക്കൽ ഡയറക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇറ്റ്സ് എ മിറാക്കിൾ, ഇതൊരിക്കലും സംഭവിക്കാത്തതാണ്. കാരണം സ്പൈനൽ കോഡ് സി ലെവൽ മൊത്തം പോയൊരു വ്യക്തിക്ക് തന്നെ ശ്വസിക്കാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് എൻ്റെ പപ്പയുടെ ഒരു ലങ്സ് മൊത്തം പോയൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും തന്നെ ശ്വസിക്കാൻ സാധ്യമല്ല. ഇറ്റ്സ് എ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്കറിയാമായിരുന്നു അന്ന് രാവിലെ അർപ്പിച്ച വിശുദ്ധ കുർബാനയാണ്. സഹനത്തിൻ്റെ തീച്ചുളയിൽ ചുട്ടെടുത്ത ആ ചെറു ഗോതമ്പപ്പത്തുണ്ടിനകത്ത് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്താൽ സകലത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് മറഞ്ഞിരിക്കുന്നു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ ഗോതമ്പപ്പത്തുണ്ടിനകത്ത് മറഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അവതരിച്ച യേശു തമ്പുരാൻ സൗഖ്യദായകൻ ഗോതമ്പപ്പത്തുണ്ടിനകത്ത് മറഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഇഞ്ചിഞ്ചായി പീഡയേറ്റൊരു കർത്താവ് ഗോതമ്പപ്പത്തുണ്ടിനകത്ത് മറഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടി മരിച്ചവൻ, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയവൻ, ആദിയും അന്ത്യമായവൻ, ആൽഫയും ഒമേഗയുമായവൻ, ഉണ്ടാകട്ടെ എന്ന ഒറ്റ നാമത്തിൽ സകലത്തെ സൃഷ്ടിച്ചവൻ ഗോതമ്പപ്പത്തുണ്ടിനകത്ത് മറഞ്ഞിരിക്കുന്നു. യെശയ്യാ 45:15 പറയുന്ന പോലെ ഇസ്രായേലിൻ്റെ നാഥനും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അപ്പത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു സജീവ സാന്നിധ്യമാണ് അന്ന് കാണാൻ സാധിച്ചത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ മുമ്പോട്ട് പോകുന്നു. പപ്പ വീണ്ടും ഒരു ദിവസം മരണത്തോടെടുക്കുന്ന ഒരു സമയം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അനിയത്തെ പഠിപ്പിക്കുന്ന വാർഡൻ സിസ്റ്റർ അതുവഴി നടന്നു വരുന്നു. സിസ്റ്ററിനോട് അമ്മ കരഞ്ഞോട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. സിസ്റ്റർ ഒരു വചനമാണ് കൊടുത്തത്. ഞാനും 16-12 സിസ്റ്റർ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്കായി തരാനായിട്ട് മരുന്നോ ലേപനോ ഔഷധമൊന്നുമില്ല, പക്ഷേ എനിക്ക് നിങ്ങൾക്കായി തരാനായിട്ട് രോഗികളെ സൗഖ്യപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമുണ്ട്, അത് നിങ്ങൾ സ്വീകരിക്കുമോ? എൻ്റെ മമ്മി കൈനീട്ടിക്കൊണ്ട് നിന്നു. സിസ്റ്റർ ഒരു തുണ്ടുകള്ളാസ് ഒരു വചനം കുറിച്ച് കൊടുത്തു, സങ്കീർത്തനം 107:20. അവിടുന്ന് എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഞങ്ങൾക്ക് ഈ വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടി റൂമിനകത്ത് കയറി ഡോറൊക്കെ ലോക്ക് ചെയ്ത് വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 10-20 പ്രാവശ്യം വചനം ചൊല്ലി കാണും. ഒരു മനുഷ്യൻ്റെ ഡോർ വന്ന് തട്ടി. പക്ഷേ ഞാൻ കഥ തുറന്നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. പക്ഷേ നേരെ കാണുന്നത് നിത്യാരാധന ചാപ്പലാണ്. അവിടെ 24 hours ആരാധനയുണ്ട്. അന്ന് ഞാൻ കണ്ടു വിശുദ്ധ കുർബാനയുടെ നടുക്ക് രക്തമൊലിപ്പിച്ച് നിൽക്കുന്ന ഒരു ഹൃദയം. അതിങ്ങനെ ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ബ്ലഡ് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. സാവധാനം ആ വിഷൻ അങ്ങ് മറഞ്ഞു. അത് ഇന്നും എനിക്കറിയില്ല, അത് കണ്ടത് വിഷനാണോ നേരിട്ട് കണ്ടതാണോ എനിക്കൊന്നും അറിയില്ല. ഇന്നും അതൊരു നിഗൂഢതയാണ്. അതിനുശേഷം പപ്പ കിടന്ന റൂം നിറച്ച് പച്ച ബ്ലഡിൻ്റെ സ്മെല്ല് വീശാൻ തുടങ്ങി, പച്ച രക്തത്തിൻ്റെ മണം. സാവധാനം പപ്പ ഉറങ്ങാൻ തുടങ്ങി. അതിനു മുമ്പ് ഉറങ്ങാൻ പേടിയാണ്, കണ്ണിങ്ങനെ തുറന്നു തന്നെ ഇരിക്കും. കണ്ണടച്ച് കഴിഞ്ഞാൽ മരിച്ചു എന്ന് പേടിയാണ്. അന്നൊരു 4-5 മണിക്കൂർ കിടന്ന് പപ്പ ഉറങ്ങി. അതിനുശേഷം എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, എടാ എൻ്റെ പുറത്തുകൂടി എന്തോ ഒഴുകുന്നുണ്ട്, ബ്ലഡിൻ്റെ സ്മെല്ലുണ്ട്, എൻ്റെ ശരീരത്തെ വേദനയൊക്കെ അങ്ങ് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചൊക്കെ നോക്കിയില്ല, പപ്പ പൊട്ടിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും പപ്പ പറഞ്ഞു, ഇല്ലടാ എൻ്റെ പുറത്തുകൂടി ശക്തമായിട്ട് ഒഴുകുന്ന ബ്ലഡിൻ്റെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ഈശോ, എനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്ത ഈശോ സൗഖ്യപ്പെടുന്ന രക്തം കൊണ്ട് എൻ്റെ അപ്പയുടെ ആക്സിഡൻ്റ് ആകുന്ന സ്ഥലം കഴുകിയെടുക്കുകയായിരുന്നു. അതാണ് ഞാൻ പരിശുദ്ധ കുർബാനയ്ക്കകത്ത് കണ്ടത്. രക്തം ഒലിപ്പിച്ച് നിൽക്കുന്ന ഹൃദയം, അവൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ ആ പരിശുദ്ധ ചോര കൊണ്ട് സൗഖ്യപ്പെടുന്ന രക്തം കൊണ്ട് എൻ്റെ അപ്പയുടെ ആക്സിഡൻ്റ് ആയ സ്ഥലം കഴുകിയെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി. എൻ്റെ അമ്മയും പുറകെ വന്ന് കയറി. അതിനുശേഷം എൻ്റെ പെങ്ങൾ അവിടെ നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്നത്, അവളും പുറകിൽ വന്നിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം അവിടെ നിത്യാരാധന ചാപ്പലാണ്, ആരാധന ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു സംശയം. അമ്മ ചോദിച്ചു, എന്താ സാധനം, എന്താ അവിടെ ടേബിളിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്? ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ തിയോളജി എൻ്റെ പെങ്ങളുടെ നാവിൽ നിന്ന് ഞാൻ അന്ന് കേട്ടു. എൻ്റെ പെങ്ങൾ നേരെ ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ ഗോതമ്പപ്പം അത് ഈശോയാണ്. ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു തിയോളജി അതാണ്, ഏറ്റവും വലിയൊരു രഹസ്യം അതാണ്. ആ ഗോതമ്പപ്പത്തുണ്ടിനകത്ത് ഈശോ ഉണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കേട്ടു, ഈ ഗോതമ്പപ്പത്തുണ്ടിനകത്ത് ഈശോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കേണ്ടതിന് എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണിച്ചു തരുമോ, ഒരു പ്രകടമായ ഒരു അത്ഭുതം കാണിച്ചു തരുമോ ശരീരത്തിൽ എന്നും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങ് പോന്നു. ശരിക്കും പപ്പ കിടക്കുന്ന റൂം ഡോറ് തുറന്ന് ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ എൻ്റെ പപ്പയുടെ തോളും തലയും വലിച്ച് പൊക്കാൻ തുടങ്ങി. അപ്പോഴേ ശരിക്കും എൻ്റെ അമ്മ തിരിച്ചോടുന്നത് കണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരൊറ്റ സംഭവത്തോടു കൂടി അമ്മയും പപ്പയും എല്ലാം ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. ദഹിപ്പിക്കുന്ന അഗ്നിയാണ് പരിശുദ്ധ കുർബാന എന്ന് ജീവിതത്തിലൂടെ അനുഭവിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ദിവ്യകാരുണ്യ സന്നിധിയെ പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് ആവശ്യമായതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന അനുഭവങ്ങളും ഇദ്ദേഹത്തിനുണ്ട്. അങ്ങനെ പപ്പയുടെ ചികിത്സ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു, എൻ്റെ പഠനം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു, പെങ്ങൾ പഠിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും ആൾക്കാരായിട്ടൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുമ്പോൾ
ശരിക്കും ആ ചാപ്പലിൽ പോയിരുന്ന് സക്രായുടെ ഫ്രണ്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ ഒരു സ്വരം എപ്പോഴും കേൾക്കുമായിരുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ വഴി നടത്തിക്കൊള്ളാം. പക്ഷേ ശരിക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഞാനത് സമർപ്പിച്ച് ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. ഒന്നെങ്കിൽ പരിശുദ്ധ കുർബാനയിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സക്രായുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആരെങ്കിലും കാണിച്ചു തരും, ഇന്നയാളെ വിളിച്ചാൽ മതി, ഇന്നയാളെ ചെന്ന് കണ്ടാൽ മതി. അങ്ങനെ ഞാൻ ചെന്ന് കാണും, ആവശ്യങ്ങളൊക്കെ പറയും. അത് അവർ ഇങ്ങനെ നിറവേറ്റി തരാൻ തുടങ്ങുകയാണ്. പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ശരിക്കും ചോദിക്കാതെ തന്നെ കർത്താവ് കൊണ്ട് തരുന്ന രീതി. ശരിക്കും ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഒരു സിസ്റ്റർ കയറി വന്ന് അടുത്തൊരു വചനമൊക്കെ തരുന്നത്, ഫിലിപ്പി 4:19. അത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ കർത്താവ് കൂട്ടിച്ചേർക്കാൻ തുടങ്ങുന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന് സമയം യേശുക്രിസ്തുവിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. അതുപോലെ എനിക്ക് ആ സമയങ്ങളിൽ ക്ലാസ്സിലൊന്നും കയറാൻ പറ്റില്ല. കാരണം പപ്പ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം നോക്കണം, പൈസയുടെ കാര്യം നോക്കണം, മെഡിസിൻ്റെ കാര്യം, ഫുഡിൻ്റെ കാര്യം എല്ലാം നോക്കണം. എനിക്ക് ഫീസിൻ്റെ കാര്യം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ശരിക്കും ഞാൻ മാത്രമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലൊരു ബാങ്ക് ബാലൻസ് ഇല്ല, ഒന്നുമില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഒരു വട്ടപൂജ്യത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് കർത്താവ് നയിക്കാൻ തുടങ്ങുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, മനുഷ്യൻ എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നോ അവിടുന്ന് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ ശരിക്കും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ പരീക്ഷയൊക്കെ വരുമ്പോൾ, അതുപോലെ ഈ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ദൈവം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. കാരണം ആ എക്സാമിന് ചെല്ലുമ്പോഴും കർത്താവ് പുറകിൽ നിന്ന് പറഞ്ഞു തരുന്നു, ലാബ് എക്സാമിനൊക്കെ ഇന്ന കമ്പോണൻ്റ് എടുത്ത് ഇന്നടത്ത് വെക്കുക. അങ്ങനെ ആദ്യം ഔട്ട്പുട്ടൊക്കെ കിട്ടി ഇറങ്ങി വരുന്നു. അങ്ങനെ കോളേജിൽ നിന്ന് ഞാൻ പാസ് ഔട്ടായി, 76% മാർക്ക് വാങ്ങിച്ച് അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് വാങ്ങിച്ച് പാസ് ഔട്ടായി ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും പപ്പയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ കാരണം എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പപ്പായെ നോക്കി പപ്പയുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ പപ്പായെ പതുക്കെ ഒന്ന് സ്ട്രെച്ചറിലൊക്കെ കിടത്തി പതുക്കെ കുർബാനയിലൊക്കെ ഒന്ന് പങ്കെടുപ്പിക്കും. അതിനുശേഷം ഇങ്ങ് കൊണ്ടുവരും. അങ്ങനെ ഒത്തിരി വൈദികരൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശരിക്കും എനിക്ക് ചെറിയൊരു ജോലിയൊക്കെ കിട്ടി. അങ്ങനെ ജോലിയൊക്കെ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു തോന്നലാണ്, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, ഇങ്ങനെ ഒരു സ്വരം ഉള്ളിൽ നിന്ന് കേൾക്കാം. അപ്പം പലപ്പോഴും ഞാനിങ്ങനെ അത് എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, നീ എൻ്റെ കൂടെ പോരില്ലേ, നീ എൻ്റെ കൂടെ പോരില്ലേ. അങ്ങനെയൊക്കെയായി പിന്നെ എനിക്ക് തോന്നി ഇനി സഭയിൽ ചേരണം, അതായത് വിശ്വാസത്തിലേക്ക് കടന്നു വരണം എന്നൊക്കെ ഒരു ചിന്തയായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒത്തിരി പേരെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി സെക്ടേഴ്സിൽ നിന്നുള്ളവർ, വേറെ സമുദായത്തിൽ നിന്നുള്ളവരൊക്കെ ഇങ്ങനെ വന്ന് ഞങ്ങളെ ഒത്തിരി ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാവരും സംസാരിക്കുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. കുർബാന എന്ന് പറയുന്നത് ഒന്നുമില്ല, അത് വെറും മണ്ണാണ്. ചിലരൊക്കെ പറയുന്നത് വിഗ്രഹമാണ്, ചിലർ പറയുന്ന ഒരു പ്രതീകമാണ്. ഇനി സഭയിലുള്ളവർ ഇതുപോലെ പറയുന്നു അതൊരു ചടങ്ങ് മാത്രമാണ്, ഒരു ആഘോഷം മാത്രമാണ്, ഒരു വിരുന്ന് മാത്രമാണ്, ഒരു ആഹാരം മാത്രമാണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വിരുന്നാവാം, ആഘോഷമാകാം, വിഗ്രഹമാകാം, എന്തു തന്നെ ആവാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 8 വയസ്സ് വരെ സംസാരിക്കാതിരുന്ന എൻ്റെ നാവിനെ കൊണ്ട് സംസാരിപ്പിച്ച ഒരു ശക്തി പരിശുദ്ധ കുർബാനയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബോധ്യം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ബോധ്യം, ഒരു ക്രൈസ്തവ ബോധ്യം എന്ന് പറയുന്നത്, പരിശുദ്ധ കുർബാനയ്ക്കുള്ളിൽ യേശുവിൻ്റെ പരിപൂർണ സാന്നിധ്യമുണ്ട്. അത് ആരൊക്കെ അതിനുള്ളിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. കാരണം എൻ്റെ സംസാരിക്കാതിരുന്ന നാവിനെ കൊണ്ട് സംസാരിപ്പിച്ച ഒരു ശക്തി പരിശുദ്ധ കുർബാനയ്ക്കകത്തുണ്ട്. അങ്ങനെ ശരിക്കും കുർബാനയിലേക്ക് ഓടിയണയാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചാപ്പലിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സ്വരം കേൾക്കാറുണ്ട്, നിനക്ക് എന്ത് ആവശ്യമുണ്ടോ നീ എന്നോട് ചോദിക്കുക, നീ വ്യക്തികളുടെ പിന്നാലെ ഓടുന്നത് നിർത്ത്, നീ സൃഷ്ടികളുടെ പിന്നാലെ ഓടണ്ട, സൃഷ്ടാവായ ഞാനുണ്ട്, നിനക്ക് എന്ത് തരാനും ഞാനുണ്ട്, എൻ്റെ പിന്നാലെ വാ, എൻ്റെ പിന്നാലെ, നീ സൃഷ്ടികളുടെ പിന്നാലെ ഓടുന്നത് നിർത്താൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴും വീണ്ടും ചാപ്പലിലേക്കാണ് ഓടിപ്പോയിക്കൊണ്ടിരുന്നത്. ആ സക്രാരിയുടെ ഫ്രണ്ടിലായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഒരു വൈദികൻ എൻ്റെ റൂമിൽ കയറി വന്നു. ശരിക്കും ആ വൈദികൻ പറഞ്ഞ ഒരു അനുഭവം ഇതാണ്, ആ വൈദികൻ്റെ ഇടവകയിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുക, 40 ദിവസത്തെ കണ്ടിന്യൂസ് ആരാധന നടക്കുകയാണ്. അപ്പോൾ ആരാധനയുടെ ഫ്രണ്ടിൽ അച്ഛൻ്റെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പപ്പ കിടക്കുന്ന ഹോസ്പിറ്റലിൻ്റെ റൂം നമ്പരും ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ ഈ വൈദികൻ ഇങ്ങനെ എഴുതി കാണിച്ചെന്നാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ ആ സെയിം നെയിമിൽ വേറൊരു ഹോസ്പിറ്റലുണ്ട്, ഒരു ഫേമസ് ആയ ഒരു ടൗണിൽ. അച്ഛൻ അവിടെ അന്വേഷിച്ചു പോയി. അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമില്ല. അങ്ങനെ ഇരിക്കുകയാണ്, ആ രൂപതയിൽ തന്നെ അങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ഇങ്ങനെ ഒരു റൂമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു വന്നു. അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ശരിക്കും ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ ഈശോ അച്ഛനോട് പറഞ്ഞു, ഈ റൂമിൽ കിടക്കുന്നവർക്ക് നിന്നെക്കൊണ്ടൊരു ആവശ്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ നീ അത് ചെയ്തു കൊടുത്തോണം. അച്ഛൻ ഉള്ളിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഞങ്ങളെ വിശ്വാസത്തിലേക്കൊന്ന് ആക്കി തരുമോ എന്നോ ചോദിച്ചുള്ളൂ. അപ്പോൾ അച്ഛൻ പിതാവിൻ്റെ പെർമിഷനൊക്കെ എടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പോയി. അച്ഛൻ പോയതിൻ്റെ തൊട്ട് പിന്നാലെ ഈ റിലേറ്റീവ്സും സമുദായത്തിൽ നിന്നുള്ളവരൊക്കെ വന്ന് ശക്തമായിട്ട് അങ്ങ് എതിർക്കാൻ തുടങ്ങുന്നു, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ശരിക്കും ഒരു 2 ദിവസം മുമ്പ് ആരൊക്കെ വന്ന് ഡോറ് തട്ടുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം ഇവരൊക്കെ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഭയങ്കര
ഭയങ്കര പേടിയായി. അപ്പോൾ ഞാൻ ഡോറ് തുറക്കുമ്പോൾ നേരെ കാണുന്നത് നിത്യാരാധന ചാപ്പലാണ്, ഈശോയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ബാക്കിൽ നേരെ കണ്ടത് ഈശോയാണ്. പക്ഷെ അവർ റൂമിനുള്ളിലേക്ക് കയറുന്നില്ല. അവരവിടെ നിന്ന് എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, ശബ്ദമൊന്നും പുറത്തോട്ട് വരുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ അങ്ങോട്ട് മാറി എൻ്റെ നാട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ സമുദായത്തിൽപ്പെട്ടവരോട് പറയുന്നത് കേട്ടു, ഇങ്ങനെ നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ഫാമിലി 2.25 വർഷമായിട്ട് അവിടെ ക്രിസ്ത്യാനിയായിട്ടൊക്കെ ജീവിക്കുക, നിങ്ങൾ ഇതുവരെ എന്തുകൊണ്ട് അന്വേഷിക്കാതിരുന്നത്? ഇന്ന് രാവിലെ ഞാൻ അവരെ കാണാൻ ചെന്നു, പക്ഷേ എനിക്ക് ആ റൂമിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഞാൻ അഗ്നി കൊണ്ടുള്ള ഒരു കോട്ട കണ്ടു, അതിന് മധ്യേ അവർ നിന്നിട്ട് ഞാൻ പഠിച്ച പണി 18 നോക്കി, എന്നിട്ട് എനിക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പെട്ടെന്നൊരു ഷോക്കായിപ്പോയി. അഗ്നി കൊണ്ടുള്ള കോട്ടയോ, അതൊക്കെ പോസിബിൾ ആണോ? എനിക്കെന്ന് ബൈബിളിലോട് തെളിവെന്നാൽ മാത്രം വിശ്വസിക്കും. ഞാൻ ഓടിച്ചെന്ന് ബൈബിൾ തുറന്ന് ദൈവം എനിക്കെന്ന വചനം ഇതാണ്, സക്രിയ 2:5, ഞാൻ അവയ്ക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, അതിന് മധ്യേ ഞാൻ മഹത്വപ്പെടുമെന്ന്. അന്നാ എനിക്ക് മനസ്സിലാവുന്നത് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അഗ്നിയാണ്. അത് ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയാണ്. ഞങ്ങളൊക്കെ ജനിച്ച് വളർന്നതൊക്കെ ഹൈ റേഞ്ചിലാണ്. ഹൈ റേഞ്ചിൽ നമ്മളിങ്ങനെ ഈ തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു തീക്കുണ്ട ഉണ്ടാക്കും, വിറകൊക്കെ ഇട്ട് കത്തിക്കും. അതുപോലെയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കും തോറും നമ്മൾ കത്താൻ തുടങ്ങും. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം കത്തും. ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയാണ്. ആ ഒരു അഗ്നി നമ്മുടെ ചുറ്റും കൂടും. നമ്മളെ ഒരു ആപത്തിലോ ഒരു വിപത്തിലോ വിടാത്ത രീതിയിൽ ആ അഗ്നി കൊണ്ട് നമ്മളെ സംരക്ഷിക്കും. പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ ഒരു അഗ്നിയുടെ ഒരു വലിയ ഒരു ബോധ്യം എനിക്ക് അന്നാ കിട്ടിയത്. ആരും തൊടില്ല പരിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ. ഞാൻ എപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട്, ശരിക്കും ആ ഒരു സ്വരം കേൾക്കുന്നത് എൻ്റെ ഉള്ളിൽ നിന്നാണ്. ശരിക്കും ആ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം കേൾക്കാൻ തന്നെ കാരണം ഞാൻ ആ 8 വയസ്സിൽ സ്വീകരിച്ച പരിശുദ്ധ കുർബാനയാണ്. ആ ഒരു യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്. അവനാണ് എന്നെ വഴി നടത്തുന്നത്. അവനാ പറയുന്നത്, നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെ ഞാനുണ്ട്, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, നീ എൻ്റെ കൂടെ പോര്, നീ ഭയപ്പെടേണ്ട. ഏത് സാഹചര്യത്തിലും, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണേലും നമുക്ക് ധൈര്യമായിട്ട് അവൻ്റെ കൂടെ നടക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.